ഫെബ്രുവരി മന്തിൻ്റെ ബുള്ളറ്റ് ജേർണലിംഗ് സെറ്റപ്പാണ് ഇന്നത്തെ വീഡിയോ. ഈ വർഷം തുടങ്ങുമ്പോൾ തന്നെ വിചാരിച്ചതാണ് എല്ലാ മന്തും ഇതുപോലെ ബുള്ളറ്റ് ജേർണലിംഗ് സെറ്റപ്പൊക്കെ ചെയ്യണമെന്ന്. അതുകൊണ്ട് തന്നെ ഫെബ്രുവരി മാസത്തിൽ ഇതേ ചെയ്തിട്ടുണ്ട്. ഫെബ്രുവരി എന്ന് പറയുമ്പോൾ സാധാരണ എല്ലാവർക്കും ഓർമ്മ വരെ വാലന്റൈൻസ് ഡേ അല്ലേ. അതുകൊണ്ട് തന്നെ ഒരു വാലന്റൈൻസ് ഡേ തീമിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇത് മുഴുവൻ എൻ്റെ ഐഡിയ ഒന്നുമല്ല, ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് റെഫർ ചെയ്തിട്ട് എടുത്തതാണ്. ഒരു ഗ്രിഡിൻ്റെ മുകളിലായിട്ട് എല്ലാം പേസ്റ്റ് ചെയ്ത രീതിയിൽ വരുന്ന ഒരു തീമാണ് ഇപ്രാവശ്യം കൊടുത്തത്. അതുകൊണ്ട് തന്നെ ഇത് വരച്ചെടുക്കാൻ കുറച്ച് കഷ്ടപ്പാടാണ്. ബട്ട് ലാസ്റ്റത്തെ റിസൾട്ട് കണ്ടപ്പോൾ ഒരുപാട് ഇഷ്ടമായി. ആദ്യം തന്നെ ഫെബ്രുവരി മന്തിൻ്റെ ഒരു കവർ പേജാണ് കൊടുത്തിട്ടുള്ളത്. അതും വാലന്റൈൻസ് ഡേ തീമിൽ വരുന്ന ഒരു പിക്ചർ കൊടുത്തിട്ടാണ് ചെയ്തത്. ആദ്യം തന്നെ എന്താണോ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ റഫായിട്ടുള്ള ഒരു പിക്ചർ ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് ഞാൻ അതിൻ്റെ മുകളിലേക്ക് വരാത്ത രീതിയിൽ ഗ്രിഡ് ഇട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ ആകുമ്പോൾ മാത്രമേ ഗ്രിഡിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഇതൊക്കെ പേസ്റ്റ് ചെയ്തതാണെന്നുള്ള ഒരു എഫക്റ്റ് വരുന്നുള്ളൂ. കവർ പേജും ഞാൻ പിൻട്രസ്റ്റ് നോക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. കവർ പേജ് മാത്രമല്ല, ഇതിൽ എല്ലാ പേജസും ഞാൻ പിൻട്രസ്റ്റ് റെഫർ ചെയ്തിട്ട് തന്നെയാണ് ചെയ്തത്. പിന്നെ ഈ വരച്ചിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. ഞാൻ പിൻട്രസ്റ്റ് കണ്ടത് അതുപോലെ വരച്ചതാണ്. ഗ്രിഡിൻ്റെ മുകളിലായിട്ട് നമ്മൾ പേപ്പറൊക്കെ പിൻ ചെയ്ത് വെച്ച രീതിയിലാണ് ഈ ഫെബ്രുവരി എന്നുള്ളതൊക്കെ എഴുതി കൊടുത്തിട്ടുള്ളത്. ഗ്രിഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ നോട്ടീസ് ബോർഡിലൊക്കെ ഓരോന്ന് പിൻ ചെയ്ത് വെക്കുന്നില്ല, അതേ രീതിയിൽ തന്നെയാണ് ഇതും. ഒന്ന് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്. പിൻട്രസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലും സിമ്പിൾ ആയിട്ടുള്ള ഐറ്റംസ് കിട്ടും. അങ്ങനെ ഇത് ഫസ്റ്റ് പേജിൽ കളറൊക്കെ ചെയ്തിട്ട് ഫുള്ളായിട്ട് ഒന്ന് ബ്ലാക്ക് ഔട്ട്ലൈൻ ചെയ്തെടുക്കുന്നുണ്ട്. സെക്കൻഡ് പേജിലായിട്ട് ഫെബ്രുവരി മന്തിൻ്റെ കലണ്ടറാണ് കൊടുത്തിട്ടുള്ളത്. ഇത് ജനുവരി മന്തിൻ്റെ ചെയ്തതുപോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഡേയിൻ്റെ കോളംസ് ഒക്കെ കുറച്ച് വലുതായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതായത് ഏതെങ്കിലും ഡേയ്സിൽ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് കാര്യം ഉണ്ടെങ്കിൽ അതൊക്കെ എഴുതി വെക്കാമല്ലോ. കലണ്ടർ ചെയ്ത് കഴിഞ്ഞിട്ട് സൈഡിൽ കുറച്ച് സ്പേസ് ഉള്ളതുകൊണ്ട് നോട്ട്സൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് ചെറിയൊരു കോളം വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ജേർണലിങ് എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ജനുവരി മന്തിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് എന്താണ് ജേർണലിംഗ് എന്നും ജേർണലിംഗ് ചെയ്ത് കഴിഞ്ഞാലുള്ള ബെനിഫിറ്റ്സും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. എല്ലാ പേജിലും ഈ ഗ്രിഡിൻ്റെ ടൈപ്പ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ആദ്യം തന്നെ ഞാൻ ആ ഗ്രിഡ് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഇതുപോലെ ഗ്രിഡ് ഇട്ട് ചെയ്യുകയാണെങ്കിൽ ആദ്യം നിങ്ങൾ എന്താ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ അതാദ്യം വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ആവാത്ത രീതിയിൽ ഇതുപോലെ ഗ്രിഡ് ഇട്ട് കൊടുക്കുക. ഈ പേജിൽ വന്നിട്ട് ടു ഡു ലിസ്റ്റും പിന്നെ ഫെബ്രുവരി എന്നുള്ളതിനൊരു ഡെഫിനിഷനുമാണ് എഴുതി കൊടുക്കുന്നത്. നെക്സ്റ്റ് പേജിൽ ഞാൻ ഹൈലൈറ്റ് ഓഫ് ദ ഡേ എന്നുള്ള ഒരു ഐറ്റമാണ് കൊടുത്തത്. അതായത് എല്ലാ ദിവസവും എന്താ കാര്യമാണോ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് അതൊരു 1 വേർഡ് ആക്കിയിട്ട് നമുക്കിതിൽ എഴുതി കൊടുക്കാം. ഹൈലൈറ്റ്സ് എന്നുള്ളത് ഇപ്പോൾ ഇത് ഈ വരയ്ക്കുന്ന ഹാർട്ട് ഷേപ്പിൻ്റെ ഉള്ളിലായിട്ടാണ് എഴുതി കൊടുത്തിട്ടുള്ളത്. പിന്നെ താഴെയായിട്ട് 1 to 28 വരെ എഴുതി കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് പേജിൽ ഞാൻ മൂഡ് ട്രാക്കറാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതും വാലന്റൈൻസ് ഡേൻ്റെ തീമിൽ കുറച്ച് വെറൈറ്റി ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ചെയ്തതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പേജും ഇതാണ്. ഇതിൽ പിന്നെ പ്രത്യേകിച്ച് കളറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ഓരോ ദിവസത്തെയും മൂഡിനനുസരിച്ച് ഇതിൽ കളർ ചെയ്ത് കൊടുത്താൽ മതി. നെക്സ്റ്റ് പേജിൽ പിന്നെ യൂട്യൂബിന് വേണ്ടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. യൂട്യൂബിൻ്റെ കണ്ടൻസ് ഒക്കെ എഴുതി കൊടുക്കാനും പിന്നെ അതിൻ്റെ ഗ്രോത്ത് എങ്ങനെയാണെന്ന് അനലൈസ് ചെയ്യാനും കൂടിയിട്ടാണ്.
നെക്സ്റ്റ് പേജിൽ ഈ മൂഡ് ട്രാക്കർ പോലെ തന്നെയുള്ള നമ്മുടെ ഹാബിറ്റ് ട്രാക്കറാണ് ചെയ്തിട്ടുള്ളത്. അതായത് നമ്മൾ ഓരോ മന്തും എന്തെങ്കിലും പുതിയ കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്. ഞാനിവിടെ 4 ഹാബിറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഇതൊന്നും കറക്റ്റായിട്ട് ചെയ്യൊന്നുമില്ല, പക്ഷേ ഹാബിറ്റ് ട്രാക്കറൊന്നും ഇല്ലാണ്ട് എങ്ങനെയാണ് ജേർണലിങ് കംപ്ലീറ്റ് ആവുക? പിന്നെ അതിൻ്റെ താഴെയായിട്ട് ബുക്സ് ടു റീഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു മാസം ഏതൊക്കെ ബുക്സ് വായിച്ചു എന്നുള്ളത് എഴുതാൻ വേണ്ടിയിട്ടുള്ള പ്ലേസും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതേ ഫെബ്രുവരി മന്തിൻ്റെ ജേർണലിംഗ് സെറ്റപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഗ്രിഡ് വെച്ചിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ കുറച്ച് കഷ്ടപ്പാടായിരുന്നു, എന്നാലും ഓവറോൾ നോക്കുമ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾ പറയാം. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഇനിയും ഇതുപോലെ സപ്പോർട്ട് ചെയ്യാം.